കർഷകരുടെ ആശങ്കയൊഴിഞ്ഞു. വേലുപ്പാടം പാടശേഖരത്തിലെ ടൺ കണക്കിന് നെല്ല് സപ്ലൈകോ ഏറ്റെടുത്തു. നടപടി TCV വാർത്തയെ തുടർന്ന്. മറ്റത്തൂർ നൂലുവള്ളി പാടശേഖരത്തിൽ ഉൾപ്പെട്ട ആലൂക്ക പാടത്ത് മുണ്ടകൻ കൃഷി ഉണങ്ങി. നൂലുവള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്ന് വെള്ളം കിട്ടാതായതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കർഷകർ. പഞ്ചായത്ത് അധികൃതരുടെ കനിവ് തേടി ചൊവ്വന്നൂർ ഐനിക്കുളങ്ങര ക്ഷേത്ര പരിസരത്തെ 10ഓളം കുടുംബങ്ങൾ. സ്വന്തമായി ഒരു വീടെന്ന ഇവരുടെ സ്വപ്നത്തിന് അധികൃതരുടെ നിഷേധാത്മക നിലപാട് വിലങ്ങ് തടിയാകുന്നു. ഇരിങ്ങാലക്കുട കനാൽ ബേസ് കോളനിയിൽ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി പിടിയിൽ. എറണാകുളത്ത് നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ 2 അംഗ സംഘത്തെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. വിവാദങ്ങൾ വിട്ടൊഴിയാതെ ഗുരുവായൂർ അർബൻ ബാങ്ക് ഭരണസമിതി. ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച് തർക്കം രൂക്ഷം. UDF നേടിയ വിജയം സാങ്കേതികം മാത്രമാണെന്ന് സഹകരണ സംരക്ഷണ മുന്നണി. നമസ്കാരം. വാർത്തകൾ വിശദമായി. TCV വാർത്ത തുണയായി. കർഷകരുടെ ആശങ്കയൊഴിഞ്ഞു. കൊയ്ത്ത് കഴിഞ്ഞ് 1.5 ആഴ്ച പിന്നിട്ടിട്ടും സംഭരിക്കാതിരുന്ന വേലുപ്പാടം പാടശേഖരത്തിലെ ടൺ കണക്കിന് നെല്ല് സപ്ലൈകോ ഏറ്റെടുത്തു. നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾക്ക് സപ്ലൈകോ ചുമതല നൽകാൻ വൈകിയതാണ് പ്രതിസന്ധിക്ക് കാരണമായിരുന്നത്. സപ്ലൈകോയുടെ അനാസ്ഥയിൽ നെല്ല് സംഭരണം വൈകിയതിനെ തുടർന്ന് പാടശേഖരത്തിൽ മഞ്ഞും വെയിലും കൊണ്ടുകിടന്ന നെല്ലിന് കാവൽ നിൽക്കേണ്ടി വന്ന കർഷകരെക്കുറിച്ച് TCV വാർത്ത നൽകിയതോടെയാണ് നടപടികൾ വേഗത്തിലായത്. നെല്ല് സംഭരണം വൈകിയതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ വസ്തുത പൊതുസമൂഹത്തെയും അധികാരികളെയും അറിയിച്ച TCV ചാനലിന് ആദ്യമായിട്ട് വേലുപ്പാടം പാടശേഖര സമിതിയുടെ കർഷകരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അങ്കമാലിയിലെ സ്വകാര്യ മില്ലാണ് സപ്ലൈകോയ്ക്ക് വേണ്ടി നെല്ല് സംഭരിച്ചത്. 50-ലേറെ കർഷകരുടെ നെല്ല് 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും സംഭരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ച 2 ലോഡ് നെല്ല് സംഭരിച്ചു. 25 രൂപ 30 പൈസയ്ക്കാണ് 1 കിലോഗ്രാം നെല്ല് സംഭരിക്കുന്നത്. ഈ തുക കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിൽ സപ്ലൈകോ നിക്ഷേപിക്കും. കൊയ്ത്തിന് പാകമായ മറ്റ് പാടശേഖരങ്ങളിലെ കർഷകരെ ആശങ്കയിലാക്കാതെ നെല്ല് സംഭരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് വേലുപ്പാടം പാടശേഖര സമിതിയുടെ ആവശ്യം. TCV പുതുക്കാട്. മറ്റത്തൂർ കൃഷിഭവന് കീഴിലെ നൂലുവള്ളി പാടശേഖരത്തിൽ ഉൾപ്പെട്ട ആലൂക്ക പാടത്ത് വെള്ളം കിട്ടാതെ മുണ്ടകൻ കൃഷി ഉണങ്ങി. നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് കർഷകർ. മന്ദരപ്പള്ളി നൂലുവള്ളി റോഡിനോട് ചേർന്നുള്ള 50 പറയോളം നിലത്തിലെ മുണ്ടകൻ കൃഷിയാണ് വെള്ളം കിട്ടാതെ നശിച്ചത്. നൂലുവള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്ന് വെള്ളം കിട്ടാതായതാണ് കൃഷി ഉണങ്ങാൻ കാരണമായതെന്ന് നൂലുവള്ളി പാടശേഖര സമിതി അംഗമായ ശിവൻ തണ്ടാശ്ശേരി പറഞ്ഞു. ഈ കാണുന്ന 100 പറക്കി നിലം ഒന്നും ലഭിക്കാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. കതിര് വന്ന് ചിലതൊക്കെ കതിര് വന്നിട്ട് കതിര് ഉണങ്ങിപ്പോയി. മറ്റ് എല്ലാവിധത്തിലുള്ള നഷ്ടങ്ങളും കർഷകർക്ക് സംഭവിച്ചു. പലരും ലോണെടുത്തും പ്രളയശേഷം ലോണെടുത്തും മറ്റുള്ള രീതിയിലാണ് കൃഷി ചെയ്തത്. 1.5 മാസത്തോളമായി പാടശേഖരത്തിൽ ജലസേചനം നടന്നിട്ടില്ല. വാസുപുരം വലിയ തോടിന്റെ കരയിലുള്ള നൂലുവള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ മോട്ടോർ തകരാറിലായതാണ് പാടശേഖരത്തിലേക്കുള്ള പമ്പിംഗ് തടസ്സപ്പെടാൻ കാരണമായതെന്ന് പറയുന്നു. വെള്ളമില്ലാത്തതിനാൽ വളർച്ചയെത്താതെ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. സമീപത്തെ നിലങ്ങളിൽ ഇതോടൊപ്പം ഇറക്കിയ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്ത് നടക്കുകയാണിപ്പോൾ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV കൊടകര. പഞ്ചായത്ത് അധികൃതരുടെ കനിവ് തേടി ചൊവ്വന്നൂർ ഐനിക്കുളങ്ങര ക്ഷേത്ര പരിസരത്തെ താമസക്കാരായ 10ഓളം കുടുംബങ്ങൾ. സ്വന്തമായി ഒരു വീടെന്ന ഇവരുടെ സ്വപ്നത്തിന് അധികൃതരുടെ നിഷേധാത്മക നിലപാട് വിലങ്ങ് തടിയാകുന്നു. ക്യാൻസർ ബാധിച്ച വിധവയായ കവിതയും ഹൃദ്രോഗിയായ വിജയനും ഉറ്റവരാരുമില്ലാത്ത കുമാരിയുമടക്കം 10 കുടുംബങ്ങളും ജീവിത ദുരിതം പേറുന്നവരാണ്. എല്ലാവർക്കും ഒരേ സ്വപ്നം. കടം വാങ്ങിയും കെട്ടുതാലി ഊരിവിറ്റും സ്വന്തമായി വാങ്ങിയ 3 സെന്റ് സ്ഥലത്ത് ഒരു അടച്ചുറപ്പുള്ള വീട് പണിയണം. കുമാരിക്ക് കളക്ടറുടെ സഹായത്താൽ പണം ശരിയായിട്ടുണ്ട്. പലരും കടം വാങ്ങിയോ ഉള്ളത് വിറ്റുപെറുക്കിയോ താമസിക്കുവാൻ ഒരു ഷെഡ് സ്വന്തമായി നിർമ്മിക്കാനും തയ്യാറാണ്. പക്ഷേ പഞ്ചായത്തിന്റെ അനുമതി ലഭിക്കാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. കാലങ്ങളായി കൃഷിയിറക്കാത്ത ഭൂമിയാണ് ഇവരുടേത്. 3 വർഷം മുമ്പ് ഭർത്താവ് മരണപ്പെട്ട കവിത 9ഉം 11ഉം വയസ്സുകാരായ മക്കളുമൊത്ത് മറ്റുള്ളവരുടെ വീട്ടിലാണ് ഇപ്പോൾ അന്തിയുറങ്ങുന്നത്. തിരുവനന്തപുരം RCCയിൽ ചികിത്സയുമുണ്ട്. മരിക്കുന്നതിന് മുൻപ് മക്കളുമൊത്ത് ഒരുമിച്ചൊന്നുറങ്ങണം. ഭർത്താവ് വാങ്ങിയിട്ട ഈ 3.5 സെന്റിൽ സ്വന്തമായി ഒരു കൂരയെങ്കിലും കെട്ടണമെന്നാണ് കവിതയുടെ ആഗ്രഹം. വർഷങ്ങൾ പലതായി ഇവർ അധികൃതരുടെ കനിവിനായി അലയാൻ തുടങ്ങിയിട്ട്. ഇതിനിടയിൽ പ്രകൃതി ദുരന്തമെത്തി.
ഒരിക്കലും ജലമെത്താത്ത ഇവിടെയും പ്രളയം വന്നു. ഇപ്പോൾ പ്രളയഭൂമിയായതിനാൽ അനുമതി നൽകാനാകില്ലെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട്. എന്നാൽ ഇതേ സ്ഥലത്ത് മറ്റു പലർക്കും അനുമതി ലഭിക്കുന്നുമുണ്ട്. വാഹനം പോകാൻ വഴിയോ കുടിക്കാൻ ജലമോ ഇല്ലെങ്കിലും ഇതുവരെ ആരുടെ മുന്നിലും ഇവർ പരാതിയുമായി പോയിട്ടില്ല. ചിലർ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ചിലർ 100 ചതുരശ്രടിയിലുള്ള ഷെഡിലാണ് താമസം. തറയോ മതിലോ ഇല്ല. കളക്ടർ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടും പരിഹാരമാർഗങ്ങൾ ഇനിയും അകലെയാണ്. കാരണമെന്തെന്ന് മാത്രം ഇവർക്കറിയില്ല. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഇനി ആരെ സമീപിക്കണമെന്നാണ് ഇവരുടെ ചോദ്യം. TCV ന്യൂസ്, കുന്നംകുളം. ഇരിങ്ങാലക്കുട കനാൽ ബേസ് കോളനിയിൽ മോന്തച്ചാലിൽ വിജയനെ വെട്ടിക്കൊലപ്പെടുത്തുകയും പ്രായമായ 2 സ്ത്രീകളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ മുഖ്യപ്രതി പിടിയിൽ. കാറളം പുല്ലത്തറ സ്വദേശി മഞ്ഞനംകാട്ടിൽ കുറുക്കൻ സുജിത്ത് എന്ന് വിളിക്കുന്ന സുജിത്തിനെയാണ് ഇരിങ്ങാലക്കുട CI MK സുരേഷ് കുമാറും SI CV ബിബിനും സംഘവും കൂടി അറസ്റ്റ് ചെയ്തത്. കേസിലെ 13ഓളം പ്രതികളെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ പിടികൂടിയിരുന്നു. കൊലപാതകം ആസൂത്രണം ചെയ്തതും പ്രതികൾക്കാവശ്യമായ ആയുധങ്ങൾ തന്റെ ഓട്ടോറിക്ഷയിൽ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചുകൊടുത്തതും ഓട്ടോ ഡ്രൈവറായ കുറുക്കൻ സുജിത്തായിരുന്നു. കൂട്ടുപ്രതികൾ പിടിയിലായതറിഞ്ഞ സുജിത്ത് എറണാകുളത്തും ചോറ്റാനിക്കരയിലും രഹസ്യമായി താമസിച്ചു വരികയായിരുന്നു. ഇയാൾക്കെതിരെ 10ഓളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. അന്വേഷണ സംഘത്തിൽ CPOമാരായ AK മനോജ്, രാകേഷ് പൊറ്റക്കാട്ട്, അനൂപ് ലാലൻ, വൈശാഖ് മംഗലൻ, സുനിൽകുമാർ, ഫൈസൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ എറണാകുളത്ത് നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘം ചാലക്കുടി പോലീസിന്റെ പിടിയിലായി. നിലമ്പൂർ അകമ്പാടം സ്വദേശി കറുവണ്ണി വീട്ടിൽ റിൻഷാദ്, കണ്ണൂർ സ്വദേശി അജയ് എന്ന കെവിൻ മൈക്കിൾ എന്നിവരെയാണ് പോട്ട പാപ്പാളി ജംഗ്ഷനിൽ വെച്ച് ചാലക്കുടി CI J മാത്യുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ദേശീയപാതയിലൂടെ ഒരു കാറിൽ ഒരു യുവാവിനെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവരുന്നതായുള്ള രഹസ്യവിവരം കിട്ടിയതനുസരിച്ച് ഹൈവേ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. പോലീസ് പരിശോധനയ്ക്കിടെ നിർത്താതെ പോകുവാൻ ശ്രമിച്ച കാർ പോലീസ് സംഘം സാഹസികമായി തടയുകയായിരുന്നു. കാറിന്റെ മുൻസീറ്റിലിരുന്ന യുവാവിനെ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് സീറ്റിൽ വരിഞ്ഞു കിട്ടിയ നിലയിലായിരുന്നു. കോഴിക്കോട് സ്വദേശിയായ മനു അലക്സ് എന്ന യുവാവിനെയാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയത്. SI VS വത്സകുമാർ, ASI അനീഷ് കുമാർ, സീനിയർ CPOമാരായ മുഹമ്മദ് റാഷി, ബൈജു PM, ഷൈജു, ഹോംഗാർഡ് ജോസ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. വിവാദങ്ങൾ വിട്ടൊഴിയാതെ ഗുരുവായൂർ അർബൻ ബാങ്ക് ഭരണസമിതി. വ്യാഴാഴ്ച ചുമതലയേൽക്കുന്ന ഭരണസമിതിയിൽ ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച് തർക്കം രൂക്ഷം. KPCC ജനറൽ സെക്രട്ടറി V ബലറാം, മുൻ ബാങ്ക് ചെയർമാൻമാരായ P യതീന്ദ്രദാസ്, V വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഉയരുന്നത്. ഇത് സംബന്ധിച്ച് തർക്കങ്ങൾ മുറുകുമ്പോഴും അന്തിമ തീരുമാനത്തിലെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. വൈസ് ചെയർമാൻ സ്ഥാനം ലീഗിന് നൽകണം എന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. 15 സീറ്റുകളിൽ കോൺഗ്രസ് I ഗ്രൂപ്പിന് 7ഉം A ഗ്രൂപ്പിന് 6ഉം മുസ്ലിം ലീഗിന് 2 സീറ്റുകളാണ് ഉള്ളത്. വ്യാഴാഴ്ച രാവിലെ 11-ന് ബാങ്ക് കോൺഫറൻസ് ഹാളിലാണ് ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ്. ഗുരുവായൂർ അർബൻ ബാങ്കിലേക്ക് UDF നേടിയ വിജയം സാങ്കേതികം മാത്രമാണെന്ന് സഹകരണ സംരക്ഷണ മുന്നണി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ബാങ്കിലെ നിയമന അഴിമതിക്കും ഭരണസമിതി അംഗങ്ങൾ അനർഹമായി ബാങ്കിന്റെ പണം കൈപ്പറ്റിയതിനുമെതിരെ നിയമപരവും ജനകീയവുമായി പോരാട്ടം തുടരും. 14% വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ വിജയിച്ചവർക്ക് ലഭിച്ചിട്ടുള്ളത്. അർഹരായവർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകിയില്ലെന്നും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്നും നേതാക്കൾ ആരോപിച്ചു. CPM ഏരിയ സെക്രട്ടറി M കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ അർബൻ ബാങ്കിലെ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് കോൺഗ്രസ് കൌൺസിലർ ബഷീർ പൂക്കോട് പറഞ്ഞു. CPM CPI നേതാക്കൾക്കൊപ്പം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ബഷീർ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത്. പാർട്ടിക്ക് തന്നെ വേണമെങ്കിൽ പുറത്താക്കാമെന്നും ജനങ്ങൾ നൽകിയ കൌൺസിലർ സ്ഥാനം രാജിവെക്കില്ലെന്നും ബഷീർ വ്യക്തമാക്കി. DCC പ്രസിഡന്റ് TN പ്രതാപന്റെ കോലം കത്തിച്ചതിന്റെ പേരിൽ ബഷീറിനെ കഴിഞ്ഞ മാസം 18-ന് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. വിപ്പ് ലംഘിച്ചതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള കൌൺസിലർ TK വിനോദ് കുമാറും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. താൻ കൌൺസിലർ സ്ഥാനം രാജിവെക്കുന്ന പ്രശ്നമില്ലെന്ന് വിനോദ് കുമാറും വ്യക്തമാക്കി. സദാചാര വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് CPMന്റെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ മർദ്ദിച്ച കേസിൽ 4 യുവാക്കളെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏങ്ങണ്ടിയൂർ ചേറ്റുവ സ്വദേശികളായ തേർവീട്ടിൽ അനൂപ്, പണിക്കവീട്ടിൽ ഷെഫീർ, കോറോത്ത് നിഖിൽ,
രായമരക്കാർ വീട്ടിൽ ഫാസിൽ എന്നിവരെയാണ് വാടാനപ്പള്ളി SI MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ജനുവരി 29-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ചേറ്റുവ ഡിവിഷൻ അംഗം NR ഗണേഷിനെ ഒരു വീട്ടിൽ നിന്നും പിടിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. ആരോപണ വിധേയനായ ഗണേഷിനെ CPM കുണ്ടലിയൂർ ലോക്കൽ കമ്മിറ്റി സസ്പെൻഡ് ചെയ്തിരുന്നു. ഗണേഷ് തന്റെ രാജിക്കത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ ആക്രമിച്ച സംഭവത്തിൽ ഗണേഷ് നൽകിയ പരാതിയിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിൽ കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം സംഭവത്തിന് ദൃക്സാക്ഷിയായ വീട്ടമ്മയുടെയും മറ്റും മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. അഡീഷണൽ SI PM സാദിഖ് അലി, സീനിയർ CPO അജയൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുട ബൈപ്പാസിൽ വീണ്ടും അപകടം. സംരക്ഷണ ഭിത്തിയില്ലാത്ത കനാലും തെരുവ് വിളക്കുകളില്ലാത്തതും അപകട കാരണമാകുന്നതായി ആക്ഷേപം. കൊടുങ്ങല്ലൂർ സ്വദേശി വിനോദും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാട്ടൂർ റോഡിൽ നിന്നും ബൈപ്പാസിലേക്ക് കയറിയ ഇവരുടെ കാർ മുൻ MLAയുടെ വീടിനടുത്തേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ സംരക്ഷണ ഭിത്തിയില്ലാത്ത കനാലിലേക്ക് മറയുകയായിരുന്നു. അപകടം നടന്ന ഉടനെത്തിയ നാട്ടുകാർ ഇവരെ പുറത്തിറക്കി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മാസങ്ങൾക്ക് മുമ്പ് ബൈപ്പാസ് റോഡിൽ കായിക അധ്യാപിക ബസ്സിടിച്ച് മരിച്ചതിനെ തുടർന്ന് അടിയന്തരമായി തെരുവുവിളക്കുകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടും ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല. മലക്കപ്പാറ അരയിക്കാപ്പ് ആദിവാസി കോളനിയിൽ പാറയിടുക്കിൽ കാണപ്പെട്ട 85-കാരി ലക്ഷ്മിയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. മൃതദേഹം അഴുകിയതിനാൽ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം വ്യക്തമല്ല. മൃഗങ്ങളുടെ ആക്രമണം നേരിട്ടതിന്റെ ലക്ഷണങ്ങളുണ്ടെന്ന് ഫോറൻസിക് സർജൻ വ്യക്തമാക്കി. ഉച്ചയോടെ മൃതദേഹം മലക്കപ്പാറയിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ജനുവരി 28-നാണ് ലക്ഷ്മിയെ കാണാതായത്. അന്വേഷണം നടക്കുന്നതിനിടെ ഞായറാഴ്ച രാത്രിയിൽ 2 കിലോമീറ്റർ ദൂരെയുള്ള മലയിടുക്കിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇരിങ്ങാലക്കുട നഗരമധ്യത്തിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ. നഗരസഭ 21-ാം വാർഡിൽ കനാൽ ബേസ് കോളനിയിൽ അങ്കനവാടി റോഡിലാണ് പൊതുകാനയിലേക്ക് സെപ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. സമീപവാസികളുടെ കിണറുകളിലേക്കും മറ്റും മാലിന്യം ഊർന്നിറങ്ങുമെന്ന ഭീതിയിലാണ് പരിസരവാസികൾ. പ്രദേശത്ത് വ്യാപകമായ നിലയിൽ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. വാർഡ് മെമ്പറെ വിവരം അറിയിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന പരാതിയും ഉയരുന്നു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 7,20,00,000 രൂപ നബാർഡ് ധനസഹായം അനുവദിച്ച് ഉത്തരവായി. പരിമിതമായ സൌകര്യങ്ങൾ മാത്രമുള്ള നിലവിലെ സർക്കാർ ആശുപത്രിയെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനുള്ള നിരന്തര പരിശ്രമമാണ് നബാർഡ് ധനസഹായത്തിലൂടെ സാധ്യമായിരിക്കുന്നതെന്ന് മന്ത്രി AC മൊയ്തീൻ അറിയിച്ചു. 3 നിലകളോടുകൂടിയ പുതിയ കെട്ടിടമാണ് ഇതിലൂടെ നിർമ്മിക്കുക. കൂടാതെ ആശുപത്രി ജീവനക്കാർക്കും ഡോക്ടർമാർക്കുമുള്ള പ്രത്യേക ക്വാർട്ടേഴ്സുകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കും. പദ്ധതിക്കാവശ്യമായ സാങ്കേതിക അനുമതിയും ടെൻഡർ നടപടികളും വേഗത്തിലാക്കി നിർമ്മാണ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മറ്റത്തൂർ ഇഞ്ചക്കുണ്ടിൽ കാടിറങ്ങിയ മാൻ റോഡിന് കുറുകെ ചാടി ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ഇഞ്ചക്കുണ്ട് സ്വദേശി കുര്യാപ്പള്ളി ജോർജിനാണ് പരിക്കേറ്റത്. കോടാലി റോഡിലെ സെന്റ് സെബാസ്റ്റ്യൻസ് കപ്പേളയ്ക്ക് സമീപത്ത് വെച്ചാണ് മാൻ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ് ജോർജിന് പരിക്കേറ്റത്. 1.5 മാസം മുമ്പ് ഇഞ്ചക്കുണ്ടിൽ പന്നിക്കൂട്ടം കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരനായ യുവാവ് മരിച്ചിരുന്നു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ജോൺ എന്ന കീഹോൾ ജോണിനെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. തിങ്കളാഴ്ച രാത്രി എങ്കക്കാട് പരിസരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. പാലാരിവട്ടം സ്വദേശിയായ ഇയാളുടെ പേരിൽ നിരവധി മോഷണ കേസുകൾ ഉണ്ട്. ഇയാളുടെ ബാഗിൽ നിന്ന് മോഷണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്ത് കാവ് ഭഗവതിക്ക് ദേവസ്വം വകയായി താലപ്പൊലി ആഘോഷിച്ചു.
പുലർച്ചെ നിർമ്മാല്യ ദർശനത്തോടെയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത്. ഉച്ചയ്ക്ക് വൈക്കം ചന്ദ്രന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെയും 3 ആനകളുടെയും അകമ്പടിയോടെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ കോലമേറ്റി. തിരിച്ചെഴുന്നള്ളിപ്പിന് പെരുവനംകുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. തുടർന്ന് കരിമരുന്ന് പ്രയോഗവും നാദസ്വരത്തിന്റെ അകമ്പടിയിൽ കുളപ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ കഴിഞ്ഞ 51 ദിവസങ്ങളായി നടന്നുവരുന്ന കളംപാട്ടിന് താലപ്പൊലിയോടെ സമാപനമായി. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം ഇതര സംസ്ഥാനക്കാരനായ തൊഴിലാളികളുടെ താമസ സ്ഥലത്തു നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ. തയ്യൂർ സ്വദേശി മൂളിപ്പറമ്പിൽ സാബുവിനെയാണ് ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ടെമ്പിൾ സിഐ സി പ്രേമാനന്ദ കൃഷ്ണൻ, ASIമാരായ ഓമനക്കുട്ടൻ, PS അനിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടകരയിലെ ചലഞ്ച് ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായ ഫുട്ബോൾ താരങ്ങളെ അനുമോദിച്ചു. കൊടാലി സെപ്റ്റ് സെന്ററിലെ ഫുട്ബോൾ പ്രതിഭകളെയും കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ ബാലസഭ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ വിജയികളായവരെയുമാണ് അനുമോദിച്ചത്. അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KS സുധ, പ്രധാന അധ്യാപിക PP മേരി, ബിനു ജി നായർ, രാജു കൊട്ടാരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൂട്ടായ്മയുടെ കരുത്തിൽ മനക്കുളങ്ങര പാടശേഖരത്തിൽ നിന്ന് കൊയ്തെടുത്തത് 100 മേനി. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന 4 സുഹൃത്തുക്കൾ ചേർന്ന് രൂപം നൽകിയ പുനർജനി കർഷക സമിതിയാണ് മനക്കുളങ്ങര പാടത്തെ 30 ഏക്കർ നിലത്തിൽ നെല്ല് വിളയിച്ചെടുത്തത്. ചെത്ത് തൊഴിലാളിയായ സന്തോഷ് പുതുമ്പത്ത് പറമ്പിൽ, ആധാരമെഴുത്തുകാരനായ ഷൈൻ തച്ചമ്പുള്ളി, ഫർണിച്ചർ ബിസിനസ് നടത്തുന്ന മോഹൻദാസ് മുണ്ടക്കൽ, കർഷകനായ സോണി ജോസഫ് എന്നിവർ ചേർന്നാണ് നെൽകൃഷിയിൽ 100 മേനി വിജയം കൊയ്തത്. 20 വർഷമായി കൃഷി ചെയ്യാതെ തരിശായി കിടന്നിരുന്ന നിലത്തിൽ പ്രളയശേഷം ഉമയും ജ്യോതിയും നവരയുമാണ് ഇവർ വിതച്ചത്. കർഷകനായ സോണി ജോസഫാണ് സുഹൃത്തുക്കൾക്ക് തന്റെ കൃഷി അറിവുകൾ പകർന്നു നൽകി പ്രോത്സാഹനവുമായി ഒപ്പം നിന്നത്. പരിസ്ഥിതി പ്രവർത്തകനായ M മോഹൻദാസും ഇവർക്ക് പിന്തുണ നൽകി. ഇടയ്ക്ക് കുറെ ദിവസങ്ങളോളം വെള്ളം കിട്ടാതെ കൃഷി ഉണങ്ങിപ്പോവുമെന്ന അവസ്ഥ വന്നപ്പോൾ മോട്ടോർ പമ്പ് കൊണ്ടുവന്ന് ജലസേചനം നടത്തിയാണ് ഇവർ കൃഷി വിജയിപ്പിച്ചെടുത്തത്. മനക്കുളങ്ങര പാടത്ത് നടന്ന കൊയ്ത്തുത്സവം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഉഷ സത്യൻ അധ്യക്ഷയായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EL പാപ്പച്ചൻ, പരിസ്ഥിതി പ്രവർത്തകൻ മോഹൻദാസ്, PK മുരളി, സീനിയർ കൃഷി അസിസ്റ്റന്റ് CV ശ്രീനിവാസൻ, കോടന നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. TCV കൊടകര. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ഗ്രന്ഥശാല പുറത്തിറക്കുന്ന കുട്ടികളുടെ പത്രമായ കുറുമൊഴിയുടെ പുതിയ ലക്കം പ്രകാശനം ചെയ്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നളിനി ബാലകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് MA മോഹൻദാസ്, മാതൃസംഗമം പ്രസിഡന്റ് രജനി ശിവദാസൻ, മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം K വൃന്ദകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് മൂല്യവർദ്ധിത മത്സ്യവിഭവങ്ങളുടെ ഉൽപാദന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഫിഷ് കട്ട്ലറ്റ്, ഫിഷ് പപ്പടം, ഫിംഗർ ഫിഷ് അച്ചാർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാനായാണ് ഏകദിന പരിശീലന ക്ലാസ് നടത്തുന്നത്. സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നെറ്റ് ഫിഷ് എന്ന ഏജൻസിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ അധ്യക്ഷയായി. NK സന്തോഷ്, KD വീരമണി, VM മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മമ്മിയൂരിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ല് തകർത്തതായി പരാതി. പുന്നത്തൂർ റോഡിൽ ശ്രാവണം നിവാസിൽ സുധീഷിന്റെ കാറിന്റെ ചില്ലാണ് തകർത്തത്. ഓസ്ട്രേലിയയിലായിരുന്ന സുധീഷും കുടുംബവും ചൊവ്വാഴ്ച രാവിലെയാണ് തിരിച്ചെത്തിയത്. മോഷണ ശ്രമമാണെന്നാണ് നിഗമനം. ചില്ല് തകർക്കാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന കോൺക്രീറ്റ് കട്ട സംഭവസ്ഥലത്ത് കിടന്നിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പെപ്പർ പദ്ധതിയുടെ ഭാഗമായി അതിരപ്പിള്ളിയിൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന ദ്വിദിന സെമിനാറിന് തുടക്കമായി. റെസ്പോൺസിബിലിറ്റി ടൂറിസം മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ K രൂപേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കറുപ്പസ്വാമി അധ്യക്ഷനായി. സംരംഭകത്വ സെമിനാറാണ് ചൊവ്വാഴ്ച നടന്നത്. സ്വകാര്യ നിക്ഷേപകരുടെ യോഗം ബുധനാഴ്ച നടക്കും. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ SSC ബിരുദ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 6 ലക്ഷം രൂപ ചെലവഴിച്ച് 24 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത്. വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
തൃശൂർ ജില്ലാ ലെപ്രസി സെൽ, കൊടുങ്ങല്ലൂർ നഗരസഭ, താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ത്വക്ക് രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TV റൂഷ്, ജില്ലാ ലെപ്രസി ഓഫീസർ ഡോക്ടർ VK മിനി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ബെനീഷ് ബാബു ക്യാമ്പിന് നേതൃത്വം നൽകി. കണ്ണിന് കുളിർക്കാഴ്ചയൊരുക്കി നാടെങ്ങും മാവുകൾ നിറഞ്ഞു പൂത്തു. ഈ വേനൽ മാമ്പഴ സമൃദ്ധമാകുമെന്ന സൂചനയാണ് വ്യാപകമായി പൂത്തു നിൽക്കുന്ന മാവുകൾ നൽകുന്നത്. മഞ്ഞിൽ മുങ്ങുന്ന വൃശ്ചികവും മകരവുമാണ് മാമ്പൂക്കളെ ഉണർത്തുന്നത്. മകരമാസത്തിന്റെ തുടക്കത്തിലെ നിറഞ്ഞു പൂക്കാറുള്ള മാവുകൾ പക്ഷേ ഇത്തവണ പൂക്കാൻ അല്പം മടിച്ചു നിന്നു. എങ്കിലും പ്രതീക്ഷയുടെ പൂങ്കുലകൾ നീട്ടി ഇപ്പോൾ മാവുകൾ വ്യാപകമായി പൂത്തു നിൽക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമായാൽ ഈ വേനൽ മാമ്പഴ സമൃദ്ധിയുടേതാകുമെന്ന് നാട്ടുമാവുകളുടെ സംരക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ M മോഹൻദാസ് പറയുന്നു. അപ്പോൾ ഇത്തവണ മാവുകളുടെ പൂക്കളെ സംബന്ധിച്ച് വളരെ ആശങ്കകൾ ഉണ്ടായിരുന്ന സമയത്താണ് അല്പം വൈകിയാണെങ്കിലും ഇപ്പോൾ നാട്ടിലെമ്പാടുമുള്ള മാവുകൾ നല്ലവണ്ണം പൂത്തിരിക്കുന്നതാണ് കാണുന്നത്. നല്ലൊരു മാമ്പഴക്കാലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ പൂങ്കുലകളിൽ ഉണ്ണികൾ വിരിഞ്ഞു തുടങ്ങി. ഇത്തവണ കടുത്ത മഞ്ഞും ചൂടും മാവുകളിൽ കായ്ഫലം വർദ്ധിപ്പിക്കുമെന്നാണ് പ്രായം ചെന്നവർ പറയുന്നത്. അതേസമയം മഴക്കാർ നിറഞ്ഞ അന്തരീക്ഷവും കാലം തെറ്റിയെത്തുന്ന മഴയും മാവുകളിലെ പൂങ്കുലകൾ കരിയാനും കണ്ണിമാങ്ങകൾ കൊഴിയാനും കാരണമാകുമെന്ന ആശങ്കയുമുണ്ട്. മാവുകൾ നൽകുന്ന മാമ്പഴം ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിത്തുകൾ നശിപ്പിച്ചു കളയാതെ അവ നട്ടുമുളപ്പിച്ച് വരും തലമുറയ്ക്ക് തണലും ഭക്ഷണവും ഒരുക്കാൻ നമുക്ക് കടമയുണ്ടെന്ന് M മോഹൻദാസ് മാസ്റ്റർ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ തിന്നുന്ന മാവിൻ്റെ അല്ലെങ്കിൽ ചക്കയുടെ ഒരു കുരുവോ ഒരു വിത്തോ മറ്റെവിടെയെങ്കിലും നല്ല സ്ഥലത്ത് നട്ടു വളർത്താനും വരുന്ന തലമുറയ്ക്ക് ഒരു തണലും ഭക്ഷണവും വായുവും എല്ലാം നൽകുന്ന ഒരു കൽപ്പക വൃക്ഷമായി അതിനെ മാറ്റാനുമുള്ള ശ്രമം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മാവുകൾ പൂത്തതോടെ മാങ്ങ കച്ചവടക്കാരും സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. മാങ്ങയുണ്ടാകും മുൻപേ മാവിലെ പൂങ്കുലകൾ നോക്കി കച്ചവടം നടത്തുന്ന രീതിയാണ് ഇവരുടേത്. ചൂടേറ്റ് മാമ്പൂക്കൾ കരിയാതിരിക്കാൻ വെള്ളം തളിച്ചു കൊടുക്കുന്നവരുമുണ്ട്. TCV കൊടകര. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ചാവക്കാട് നഗരസഭയും സാംസ്കാരിക വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന കലാപരിശീലന പദ്ധതിക്ക് തുടക്കമായി. കഥകളി, കൂടിയാട്ടം, തുള്ളൽ, മോഹിനിയാട്ടം തുടങ്ങി 20ഓളം ഇനങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. 5ാം ക്ലാസ് മുതൽ പ്രായഭേദമന്യേ എല്ലാവർക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. നഗരസഭയിലെ 8 കേന്ദ്രങ്ങളിലായാണ് പരിശീലനം. കലാകൈരളിയുടെ ഉദ്ഘാടനം ബ്ലാങ്ങാട് GFUPS സ്കൂളിൽ വച്ച് പ്രശസ്ത തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ NK അക്ബർ അധ്യക്ഷനായി. മഞ്ജുഷ സുരേഷ്, MB രാജലക്ഷ്മി, AM മഹേന്ദ്രൻ, AC ആനന്ദൻ, പോൾ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രരചന ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല, വഴി കാണിക്കാൻ ഗുരുക്കന്മാരുമില്ല. എങ്കിലും 2 വർഷത്തിനിടയിൽ അക്ഷയ് എന്ന 8ാം ക്ലാസ്സുകാരൻ വരച്ചത് 100 കണക്കിന് ചിത്രങ്ങളാണ്. കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം പണിക്കശ്ശേരി ബിനോയിയുടെ മകനായ അക്ഷയ് കടലാസ് പെൻസിൽ കൊണ്ട് ജീവസുറ്റ ചിത്രങ്ങളുടെ സൃഷ്ടാവാണ്. 5ാം വയസ്സ് മുതൽ കയ്യിൽ കിട്ടുന്നതെല്ലാം ഉപയോഗിച്ച് കുത്തി വരച്ചിരുന്നു. 2 വർഷം മുൻപാണ് അക്ഷയുടെ ചിത്രങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മോഹൻലാൽ തുടങ്ങി ഒട്ടനവധി പ്രശസ്തരും അല്ലാത്തവരുമായവരുടെ ചിത്രങ്ങൾ അക്ഷയ് ഇതിനകം വരച്ചു തീർത്തു. കടലാസ് പെൻസിലാണ് അക്ഷയിന്റെ ആയുധം. അപൂർവമായി കളർ പെൻസിൽ ഉപയോഗിക്കാറുണ്ട്. പരിശീലനം ലഭിച്ചാൽ നാടറിയുന്ന ചിത്രകാരനായി ഈ വിദ്യാർത്ഥി മാറുമെന്ന് അവന്റെ രചനകൾ നമുക്ക് പറഞ്ഞു തരുന്നു. കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജരായ ബിനോയ് മകന്റെ ചിത്രരചനാ മോഹത്തിന് കൂട്ടായുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അശ്വതി സഹോദരിയാണ്. ചായക്കൂട്ടുകൊണ്ട് ചിത്രം വരയ്ക്കണമെന്നതാണ് അക്ഷയിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. TCV കൊടുങ്ങല്ലൂർ. വടക്കാഞ്ചേരി ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം ജൂബിലിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ അക്ഷരദീപം എന്ന പേരിൽ ലൈബ്രറി ആരംഭിച്ചു.
നാട്ടുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത്. വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വി മുരളി ഉദ്ഘാടനം ചെയ്തു. SI KC രതീഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ വി ചന്ദ്രശേഖരൻ, CPO രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര പഞ്ചായത്തിന്റെയും തൊണ്ണൂർക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ആരോഗ്യ സന്ദേശ യാത്രയ്ക്ക് ചേലക്കരയിൽ സ്വീകരണം നൽകി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗായത്രി ജയൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ നാരായണൻ, ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാതല ആരോഗ്യ സന്ദേശ യാത്രയുടെ സമാപന സമ്മേളനം പെരുമ്പിലാവിൽ ബുധനാഴ്ച രാവിലെ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, സ്കൂൾ വിദ്യാർത്ഥികൾ, ആരോഗ്യ പ്രവർത്തകർ, മറ്റു സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ PR വാസുദേവൻ, MM സലീം, MC അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് കലാപരിശീലന പദ്ധതിക്ക് ഗുരുവായൂർ നഗരസഭയിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ VS രേവതി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ KP വിനോദ് അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം നിർവാഹക സമിതി അംഗം TK വാസു മുഖ്യാതിഥിയായിരുന്നു. പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ 10 വയസ്സിന് മുകളിലുള്ളവർക്ക് മോഹിനിയാട്ടം, കഥകളി വേഷം, കഥകളി സംഗീതം, തുള്ളൽ, മദ്ദളം, ചെണ്ട, പഞ്ചവാദ്യം, തിമില എന്നീ കലാരൂപങ്ങളിലാണ് സൗജന്യ പരിശീലനം നൽകുന്നത്. കാക്കശ്ശേരി ശ്രീ ശക്തി ഭൈരവി ഹനുമാൻ ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ നടന്ന പൂജാകർമ്മങ്ങൾക്ക് തന്ത്രി സന്തോഷ് കയ്പമംഗലം, മേൽശാന്തി കലേഷ് ചേർത്തല തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. പൂരം എഴുന്നള്ളിപ്പിൽ പാണഞ്ചേരി ലക്ഷ്മി പാർത്തൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള എഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളുടെ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 9 ഗജവീരന്മാർ അണിനിരന്നു. ബുധനാഴ്ച ക്ഷേത്രത്തിൽ താഴത്തേക്കാവ് വേല നടക്കും. തൃക്കൂർ പഞ്ചായത്ത് സർവോദയ സ്കൂളിൽ നടന്ന പഠനോത്സവം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം വാസു മേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ VK രാജീവൻ, PTA പ്രസിഡന്റ് ബിജു, BRC കോർഡിനേറ്റർ രമ, കൺവീനർ സീന തുടങ്ങിയവർ സംസാരിച്ചു. പാരിസ്ഥിതിക ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തണലൊരുക്കാം കുടിനീര് നൽകാം എന്ന പരിപാടിയുടെ ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകനായ മോഹൻദാസ് നിർവഹിച്ചു. ചാലക്കുടിയിലെ പള്ളിപ്പാടത്ത് തീപിടുത്തം. ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. കഴിഞ്ഞ ദിവസം പള്ളി തിരുനാളിനോടനുബന്ധിച്ച് വെടിക്കെട്ട് നടത്തിയ സ്ഥലത്താണ് 3 തവണ തീപിടുത്തമുണ്ടായത്. പരിസരത്താകെ പുക പടർന്നത് വീട്ടുകാർക്ക് അസ്വസ്ഥതയുണ്ടാക്കി. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റിനും രക്ഷാപ്രവർത്തനം ക്ലേശകരമായി. പാടത്തേക്ക് വാഹനം ഇറക്കാൻ കഴിയാത്തതിനാൽ ബക്കറ്റുകളിൽ വെള്ളം എത്തിച്ചായിരുന്നു തീയണച്ചത്. കൊടകര പഞ്ചായത്തിലെ നാടുകുന്ന് വാർഡിൽ നിർമ്മിച്ച ഗ്രാമ മന്ദിരവും വയോജനങ്ങൾക്കായുള്ള പകൽ വീടും നാടിന് സമർപ്പിച്ചു. BD ദേവസി MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KJ ഡിക്സൺ താക്കോൽ ദാനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സുധ, വാർഡംഗം TV പ്രജിത്ത്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് GLP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഗീതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠന മികവുകളുടെ പ്രദർശനവും അവതരണവും നടന്നു. ചൊവ്വൂർ പത്തനാപുരം ശ്രീ മഹാവിഷ്ണു പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി വാസുദേവന്റെയും കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ചൊവ്വൂർ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നിന്ന് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പിന് ശിങ്കാരിമേളവും ചിന്തുപാട്ടും അകമ്പടിയേകി. പണ്ടാരത്തിൽ കുട്ടന്മാരാരുടെയും പെരുവനം ശിവന്മാരാരുടെയും നേതൃത്വത്തിൽ മേളവും തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം രജത ജൂബിലിയുടെ ഭാഗമായി ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ അക്ഷരദീപം വായനശാല തുറന്നു. ചാവക്കാട് SI ജയപ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് RVM ബഷീർ മൗലവി അധ്യക്ഷനായി. ഹെഡ്മിസ്ട്രസ് KS സരിതകുമാരി, NSS പ്രോഗ്രാം ഓഫീസർ VK അൽഫോൺസ തുടങ്ങിയവർ സംസാരിച്ചു.
5 ദിവസത്തെ ദേവസൂര്യ ചലച്ചിത്രമേള വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചലച്ചിത്രമേളയുടെ ഭാഗമായി 50 ഷോർട്ട് ഫിലിമുകൾ, 10 ഡോക്യുമെന്ററികൾ, ഓപ്പൺ ഫോറം, ജോൺ എബ്രഹാം പുരസ്കാര വിതരണം, രാജ്യാന്തര സിനിമാ പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും. PK ബിജുവിന്റെ ഓത്ത് ആണ് ഉദ്ഘാടന ചിത്രം. വാർത്താസമ്മേളനത്തിൽ റാഫി നീലങ്കാവിൽ, റെജി വിളക്കാട്ടുപാടം, MG ഗോകുൽ, TK സുരേഷ്, CR ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. മണത്തല ഗവൺമെന്റ് HSS സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം രജത ജൂബിലിയുടെ ഭാഗമായി ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് അക്ഷരദീപം വായനശാല തുറന്നു. ചാവക്കാട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ AC ആനന്ദൻ താലൂക്ക് ഹോസ്പിറ്റൽ ഡോക്ടർ സഫീറിന് പുസ്തകം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AM മഹേന്ദ്രൻ അധ്യക്ഷനായി. മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ദർശന തിരുനാളിനും ഊട്ടുനേർച്ചയ്ക്കും കൊടിക്കയറി. കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി തിരുനാളിന് കൊടികയറ്റി. തിരുനാൾ ദിനമായ ഞായറാഴ്ച ഊട്ടുനേർച്ച ആശീർവാദത്തിനും ദിവ്യബലിക്കും കോഴിക്കോട് രൂപത മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനം ഓർത്തഡോക്സ് കൺവെൻഷൻ ഫെബ്രുവരി 7 മുതൽ 10 വരെ അടുപ്പൂട്ടിയിൽ നടക്കുമെന്ന് സംഘാടകർ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി ഗ്രൌണ്ടിൽ നടക്കുന്ന കൺവെൻഷൻ 7 വൈകിട്ട് ബസേലിയസ് മാർത്തോമ പൌലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ഭാരവാഹികളായ ഫാദർ ഗീവർഗീസ് തോലത്ത്, ഫാദർ സക്കറിയ കൊള്ളന്നൂർ, ജിന്നി കുരുവിള, ഗിൽബർട്ട് ചീരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി കലിക്കക്കുന്നിൽ വൻ ചീട്ടുകളി സംഘത്തെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. 13 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ 2 ലക്ഷം രൂപ പിടിച്ചെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷകരുടെ ആശങ്കയൊഴിഞ്ഞു. വേലുപ്പാടം പാടശേഖരത്തിലെ ടൺ കണക്കിന് നെല്ല് സപ്ലൈകോ ഏറ്റെടുത്തു. നടപടി TCV വാർത്തയെ തുടർന്ന്. മറ്റത്തൂർ നൂലുവള്ളി പാടശേഖരത്തിൽ ഉൾപ്പെട്ട ആലൂക്ക പാടത്ത് മുണ്ടകം കൃഷി ഉണങ്ങി. നൂലുവള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്ന് വെള്ളം കിട്ടാതായതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കർഷകർ. പഞ്ചായത്ത് അധികൃതരുടെ കനിവ് തേടി ചൊവ്വന്നൂർ ഐനിക്കുളങ്ങര ക്ഷേത്ര പരിസരത്തെ 10ഓളം കുടുംബങ്ങൾ. സ്വന്തമായി ഒരു വീടെന്ന ഇവരുടെ സ്വപ്നത്തിന് അധികൃതരുടെ നിഷേധാത്മക നിലപാട് വിലങ്ങുതടിയാകുന്നു. ഇരിങ്ങാലക്കുട കനാൽ ബീസ് കോളനിയിൽ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി പിടിയിൽ. എറണാകുളത്ത് നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ 2 സംഘത്തെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. വിവാദങ്ങൾ വിട്ടൊഴിയാതെ ഗുരുവായൂർ അർബൻ ബാങ്ക് ഭരണസമിതി. ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച് തർക്കം രൂക്ഷം. UDF നേടിയ വിജയം സാങ്കേതികം മാത്രമാണെന്ന് സഹകരണ സംരക്ഷണ മുന്നണി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.